കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിൽ. അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ. മനോജിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇനിയും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തി. അതിന് 10 ലക്ഷത്തോളം രൂപയാണ് 2 മാസം മുമ്പ് നമ്മുടെ ഈ അലക്സ് മാത്യു ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ പൈസ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് 2 ലക്ഷം തൽക്കാലം കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ആ പൈസ മേടിക്കാനാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത്. മനോജ് പറയുന്നത് 10 വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനോജ് പറയുന്നുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനോജ് പരാതി നൽകിയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റി. അലക്സ് മാത്യുവിന്റെ കടവന്ത്രയിലെ വീട്ടിൽ ഇപ്പോൾ വിജിലൻസിന്റെ റെയ്ഡ് നടക്കുകയാണ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തും ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡാണല്ലോ, എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, റെയ്ഡ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിജിലൻസ് SP ശശിധരൻ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നു. എറണാകുളം വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റിന്റെ പരിശോധനയാണ് വീട്ടിൽ നടക്കുന്നത്. അലക്സ് മാത്യു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരാതിക്കാരനോട് 2 മാസം മുമ്പ് ഇവിടെ എത്താൻ ആവശ്യപ്പെട്ട് അതിനുശേഷം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കൈക്കൂലി നൽകാൻ കഴിയില്ല എന്ന് പരാതിക്കാരൻ പറഞ്ഞതിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിയിലായത്. എന്തായാലും ചിലവന്നൂരിലെ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് റെയ്ഡ് ആരംഭിച്ചു. ഇപ്പോൾ SP അതോടൊപ്പം തന്നെ DYSP ഉൾപ്പെടെയുള്ള സംഘം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് ഇപ്പോൾ കൈക്കൂലി കേസിൽ പിടിയിലായിരിക്കുന്നത്. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, പറയൂ. ഉന്മേഷ്, ചിലവന്നൂരിലെ വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിജിലൻസ് SP അതോടൊപ്പം തന്നെ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ റെയ്ഡിന് ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. നിലവിൽ ഇപ്പോൾ ചിലവന്നൂർ അലക്സ് മാത്യുവിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് ഈ പരാതിക്കാരന്റെ അടുത്ത് ഇവിടെ വന്ന് 10 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ പണം നൽകാൻ കഴിയില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞതിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏജൻസിയിൽ നിന്നും പിന്നീട് ആളുകളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണി വഴങ്ങിക്കൊണ്ടാണ് ഇന്ന് 2 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റിന്റെ ഭാഗത്തുനിന്നും പരിശോധന റെയ്ഡ് ഇവിടെ ആരംഭിച്ചു. അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന കടവന്ത്ര ചിലവന്നൂരിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നേരമായി റെയ്ഡ് പുരോഗമിക്കുന്നു. നമുക്കറിയാം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിന് ലഭ്യമാകും. എന്തായാലും ചിലവന്നൂരിലെ വീട്ടിൽ ഈ റെയ്ഡ് പുരോഗമിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷം 2 ലക്ഷം രൂപ നൽകുമ്പോഴാണ് തിരുവനന്തപുരത്തെ കുറുവങ്കോടത്തെ വീട്ടിൽ വെച്ച് അലക്സ് മാത്യു പിടിയിലാവുന്നത്. എന്തായാലും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ പുരോഗമിക്കുന്നുണ്ട്. IOC പനമ്പള്ളി നഗർ ഓഫീസിലെ സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് പിടിയിലായ അലക്സ് മാത്യു. പരാതിക്കാരൻ മനോജ് കടക്കലിലെ ഗ്യാസ് ഏജൻസി, നമുക്കറിയാം ഗ്യാസ് ഏജൻസി ഉണ്ട്. ഈ ഗ്യാസ് ഏജൻസിയിൽ നിന്നും ആളുകളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണി വഴങ്ങിക്കൊണ്ടാണ് 2 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞത്. ആ ഒരു പണം നൽകുന്ന സമയത്തായിരുന്നു ഇന്നിപ്പോൾ അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലായതും അതിനുശേഷം ഇപ്പോൾ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ഈ ചെലവനൂരിലെ വീട്ടിൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിന് തന്നെ റെയ്ഡ് അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വിജിലൻസ് SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിജിലൻസ് SP കൂടാതെ DYSP അതോടൊപ്പം തന്നെ എറണാകുളം യൂണിറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെ ഇപ്പോൾ റെയ്ഡ് നടപടികളായി മുന്നോട്ട് പോകുന്നു. ഉന്മേഷ്, അജീഷ് ജയകുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, ഈ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണല്ലോ തിരുവനന്തപുരത്ത് വെച്ച് ഇദ്ദേഹം പിടിയിലായത്. ഈ പരാതിക്കാരൻ മനോജ് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്? അജീഷ്. ഉന്മേഷ്, ഈ പരാതിക്കാരനായ മനോജ് വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലത്തെ കടക്കലിൽ ഒരു ഗ്യാസ് ഏജൻസി തുടങ്ങുന്നത്. വൃന്ദാവനം ഇന്ത്യൻ സർവീസ് എന്നാണ് ഈ ഗ്യാസ് ഏജൻസിയുടെ പേര്. ആദ്യം ഈ ഗ്യാസ് ഏജൻസി തുടങ്ങുമ്പോൾ ഇവിടെ ഈ ഇന്ത്യൻ്റെ IOCയുടെ ആയിട്ട് ഈ ഒരൊറ്റ ഗ്യാസ് ഏജൻസി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടേക്ക് 3
ഗ്യാസ് ഏജൻസി കൂടി വന്നു. ഇതോടെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇവരുടെ കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികൾക്ക് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇയാളിൽ നിന്ന് പണം വാങ്ങിയിരുന്നത് ഈ അലക്സ് മാത്യു. IOCയുടെ സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്, DGM ആണ്. അങ്ങനെയായിരുന്നു ഈ വർഷങ്ങളായി തന്നെ 25,000 10,000 രൂപയുമൊക്കെ കൊടുത്തിരുന്നതായി ഈ പരാതിക്കാരനായ മനോജ് തന്നെ പറയുന്നു. പക്ഷേ ഈ അടുത്തിടെയായി തൻ്റെ സ്ഥാപനത്തിലെ കുറച്ച് കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികൾക്ക് നൽകിയിരുന്നു. ഇതോടെ തനിക്ക് വലിയ ഭീഷണിയുണ്ടായി. കാരണം കച്ചവടം നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ടായി. അതിനെ തുടർന്നാണ് ഇയാൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാമെന്ന് ഏറ്റത്. ആദ്യം CBI ആയിരുന്നു സമീപിച്ചത്. ഇങ്ങനെ ഈ അലക്സ് മാത്യു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം CBIയെ സമീപിച്ചപ്പോൾ CBI ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ഇത് വിജിലൻസിനെ അറിയിക്കണമെന്ന്. അങ്ങനെയാണ് തിരുവനന്തപുരം വിജിലൻസിനെ ഇക്കാര്യം അറിയിച്ചത്. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം കവടിയാർ, ഈ മനോജിന്റെ വീട് തിരുവനന്തപുരം കവടിയാറാണ്, ഈ വീട്ടിൽ പണം വാങ്ങാൻ എത്തിയപ്പോൾ ഇയാളെ കയ്യോടെ പിടികൂടിയത്. 2 ലക്ഷം രൂപയുടെ 500-ന്റെ 4 കെട്ടുകളായിട്ടുള്ള നോട്ടുകളാണ് നൽകിയത്. ഇത് ഫിനോപ്തലൻ പൗഡർ മുക്കിയായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയത്. ഈ പണം കൈപ്പറ്റുമ്പോഴായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥർ മറഞ്ഞിരുന്ന ഇയാളെ കയ്യോടെ പിടികൂടിയത്. അതിനുശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇയാൾ മുമ്പും പലരിൽ നിന്നായി ഇത്തരത്തിൽ കൈക്കൂലി പണം വാങ്ങിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഇയാളുടെ വീടിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന ആവശ്യമായുണ്ട്. അതുകൊണ്ടാണ് എറണാകുളത്തെ ഇയാളുടെ കടവന്ത്രയിലെ വസതിയിലും വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇയാളുടെ കംപ്ലീറ്റ് വിവരങ്ങളും പോലീസും വിജിലൻസും ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഉന്മേഷ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം നിതിൻ അംബുജനും ഇപ്പോഴും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വസതിയിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിജിലൻസിന്റെ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് അലക്സ് മാത്യു ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്.